നല്ല വിശാലമായ ഒരു റോയൽ ലുക്കൊക്കെ ഉണ്ട്. ഒരു ഫോട്ടോ എടുത്തിട്ട് ഹാവിങ് ഫൺ ഇൻ ദേവലോകം എന്ന് പറഞ്ഞ് സ്റ്റാറ്റസ് ഇടാം. ഹായ്, എന്ത് വലിയ ബാത്റൂം, ഓട് നടന്ന് കുളിക്കാം. ഹായ്. മോളില്ല, നിങ്ങൾ എല്ലാരും കൂടെ ഒരുമിച്ച് താഴെ നിന്നേ. പിന്നെ എന്തിനും ഒറ്റയ്ക്ക് അവളെ പറഞ്ഞത് മോളില്? ഞങ്ങള് പറഞ്ഞല്ല മാവ, അവള് സ്വന്തമായി കയറി പോയതാ. മോളിപ്പോ പിന്നെ വാ ഇങ്ങോട്ട്. ആരാടാ നീ? മോളെ ഇതുവഴി കയറി വാ. എന്റെ അനിയനാ. പേടിപ്പിച്ചത് കുറച്ച് നാളായിട്ട് അവൻ ഇങ്ങനെയാ, കുറച്ച് അപ്രൂവലായിട്ടാ പെരുമാറുന്നത്. അവനെ നല്ല അടി കിട്ടാത്തന്നെ കുറവാണ്. അത് നല്ല അടി കിട്ടുമോ മാറിക്കോളും. മിക്കവാറും എന്റെ ഇന്നലെ കിട്ടുമോ അവന്? എന്താ ചുമ്മാരി അങ്ങനെ പറയല്ലേ, ചുമ്മാരിക്ക്. അതെ ചേച്ചി, ശരിക്കും ഈ പുള്ളിക്കാരൻ എന്താ കുഴപ്പം? ചെറിയ മാനസിക പ്രശ്നമാണ്. ഈ ബാറ്റ്മാൻ മൂവി ഇറങ്ങി കണ്ടതിന് ശേഷം വെച്ചിട്ടാണ് ജോക്കറിന്റെ വേഷവും കെട്ടിയിട്ട് അവന് ഇവിടെ വരുന്നവരെയൊക്കെ പേടിപ്പിക്കുക. വെറുതെ അല്ല, കാരണമുണ്ട്. ഈ ലോകത്തെല്ലാവരും എല്ലാവരെയും കരയിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ ഒരു ജോക്കർ മാത്രമാണ് എല്ലാവരെയും ചിരിപ്പിക്കുന്നത്. ഇപ്പൊ എന്നെ കണ്ടപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും സന്തോഷമായില്ലേ? ആയില്ലേ? 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 സന്തോഷം ഒരു ചവിടിച്ചെന്നോണ്ടല്ലേ മാക്കാനെ ഇങ്ങനെയുള്ള ആളുകളെ പേടിപ്പിക്കുന്നത്. അവനും ഒരു കുഞ്ഞമ്മയുടെ ഒരു ജോക്കറും. നോ, ജോക്കർ ഈസ് മൈ ഹീറോ. നോക്ക്, ഇതാണ് ജോക്കർ. നല്ല ഐശ്വര്യമുള്ള മുഖം. അജു ഇവിടെ വാ. സോറി ഫോർ ദ ട്രബിൾ. ഇറ്റ്സ് ഓക്കെ. ഓക്കെ ഗായ്സ്, ബൈ, ഹാവ് ഫൺ, ബൈ ബൈ ബൈ. പിന്നെ രാത്രി ഒന്ന് ശ്രദ്ധിക്കുക. രാത്രി എന്തിരുന്ന്? രാത്രി ഇവിടെ ഡിന്നർ റെഡിയാക്കുന്നുണ്ട്. അങ്ങനെയുള്ള നല്ല കാര്യങ്ങളെല്ലാം ഉണ്ടെങ്കിൽ ചെയ്യണം, അല്ലാതെ ചുമ്മാ മനുഷ്യനെ പേടിപ്പിക്കാൻ വേണ്ടിയിട്ട്. നല്ലതല്ല, ഞാൻ കൊട്ടിക്കട്ടെ. ഈ ചെറുക്കനെ വിളിച്ചോണ്ട് പോ. അവൻ കൊട്ടാൻ നടക്കണം. ആ നടക്കും പറഞ്ഞു വലിയ കാര്യം മോളിൽ. നീ ഇവിടെ നടക്കുന്നതോ ഞങ്ങളുടെ കൂടെ വരുന്നുണ്ടോ? ഞാൻ നിങ്ങളുടെ കൂടെ വരുവോ? നമ്മൾ എവിടെ പോയാലും കാണൂല്ലേ ഈ ചൊറിയാൻ വേണ്ടി ഒരുത്ത അവിടെ. ഇത് ചെയ്യാൻ പോവാം. വാ. നീ എന്തോ കാണിക്കുവാ? അല്ല, പെട്ടിക്കകത്ത് എന്താന്ന് നോക്കാലോ. ആ പെട്ടിക്കകത്ത് എന്താന്ന് നോക്കണ്ട. എവിടെ പോലും ഓരോ പെട്ടി കണ്ടാ തുറന്നു നോക്കും, എന്നിട്ട് ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കി വെക്കും. ഇവിടെ വന്നേ, പെട്ടിയും കൂടെ എടുക്കണ്ട. പിന്നെ എന്തായി കാര്യങ്ങളൊക്കെ? പണി നടക്കുന്നതേ ഉള്ളൂ. പിന്നെ ആ അജുവിൻ്റെ മേലൊരു കണ്ണ് വേണം. അവനിപ്പോൾ തന്നെ എല്ലാവരോടും പറഞ്ഞേനെ. അവന് വല്ല ഉറക്ക ഗുളികയും കൊടുത്ത് ഒന്ന് ഉറക്കിയാലോ? ഇപ്പം വേണ്ട, ഞാൻ പറയാം. ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ അവൻ പറഞ്ഞാൽ ഇവിടെ ഉള്ള ഗസ്റ്റും കൂടി പോകും. ആഹാ, നിങ്ങൾ രണ്ടുപേരും ഇവിടെ നിൽക്കായിരുന്നോ?
അപ്പോൾ എങ്ങനെയാണ് നമ്മളെ കാര്യങ്ങളൊക്കെ? എന്താ സർ? മറന്നുപോയാ? നമ്മളെ പൈസയുടെ കാര്യമാണ്, പൈസ. അത് സാർ പോകുമ്പോൾ നമുക്ക് സംസാരിക്കാം. ഇതുപോലെ മറക്കാതിരുന്നാൽ മതി. പിന്നെ കഴിക്കാൻ തോന്നുന്നു ചപ്പാത്തിയും കിഴങ്ങ് കറിയും. അയ്യേ, കിഴങ്ങ് കറിയാ? ചിക്കൻ കറിയില്ലേ? പൈസ തന്നാൽ ചിക്കൻ വാങ്ങി കുക്ക് ചെയ്ത് തരാം. വേണ്ട, ചിക്കൻ ഗ്യാസ്, കിഴങ്ങാണ് നല്ലത്. കിഴങ്ങും ഗ്യാസാണ്. സംഭവം ശരിയാണ്, കിഴങ്ങും ഗ്യാസാണ്. പക്ഷേ ചിക്കൻ്റെ അത്രയും വില വരൂല കിഴങ്ങിൻ്റെ ഗ്യാസിന്. അല്ല, നിങ്ങളെ കാര്യം നടക്കട്ടെ. ഇയാളും ഒരു പ്രശ്നക്കാരനാണ്. ഇയാളുടെ മേലിലും ഒരു കണ്ണ് വേണം. യുവന്മാരെ പോലെ ഉള്ളവരെയൊക്കെ ഒതുക്കുന്ന കാര്യം ഞാൻ ഏറ്റു. ഒതുക്കാനാ? ഓഹോ, പൈസ തരാതെ പറഞ്ഞയക്കാനുള്ള പരിപാടിയാണല്ലേ? അത് നടക്കൂല മക്കളെ. അങ്ങനെ ഒഴിവായി പോകുന്ന ടീംസ് അല്ല നമ്മൾ കേട്ടാ. ജയൻ്റെ അടുത്തും പിള്ളേരുടെ അടുത്താണ് കളി ഞങ്ങൾ കാണിച്ചു തരാം. അയ്യോ, അവൻ്റെ കോപ്പിലൊരു ജോക്ക്. എൻ്റെ നല്ല ജീവൻ അങ്ങ് പോയി. എനിക്ക് തോന്നുന്നു ആ കാലമാടൻ്റെ ഭ്രാന്ത് സഹിച്ച് ഇവിടെ നിൽക്കുന്നവർക്കായിരിക്കും ആ 1,00,000 രൂപ കൊടുക്കാന്നൊക്കെ പറഞ്ഞത്. വെള്ളത്തിന് എന്ത് തണുപ്പാടേ. എടി ചാരു, എനിക്ക് തോന്നുന്നതേ ആ മായ നമുക്ക് കാശ് തരാതിരിക്കാൻ വേണ്ടി ആ ചെറുക്കനെ കൊണ്ട് അങ്ങനെ വേഷം കെടിച്ചതാണെന്നാ. ആയിരിക്കും, അല്ലാണ്ട് അവർ ചുമ്മാ 1,00,000 രൂപ നമ്മുടെ കയ്യിലെടുത്ത് തരുമോ? അയ്യോ, ഡീ സെല്ല്, എന്താ പറ്റേ? എനിക്കണിയാൻ വരാ. ഡീ, നീ എന്താ കുന്തം വിഴുങ്ങി പോലെ ഇരിക്കണേ? നേരത്തെ പെട്ടിയിൽ എന്താന്ന് ആലോചിച്ചിട്ടാണോ? അതുകൊണ്ടളിയാ, പക്ഷെ എന്നെ കൺഫ്യൂസ് ചെയ്യിപ്പിക്കുന്ന വേറൊരു കാര്യം ഉണ്ടടാ. വേറെന്ത് കാര്യം? എടി, നമ്മുടെ ഇന്ന് പൈസ പോലും മേടിക്കേണ്ട അവർ നമ്മളിവിടെ സ്റ്റേ ചെയ്യിപ്പിച്ച് ആഹാരവും തന്ന് പോവാൻ നേരത്ത് 1,00,000 രൂപ തരാമെന്നും പറയുന്നു. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു കേട്ടിട്ട്? നീ എന്താ ഉദ്ദേശിക്കണത്? എന്ത് തോന്നുന്നാ? മണ്ട അടിച്ച് പൊളിക്കണ്ടേ ഇവിടെ? ഈ ഉണക്ക പ്ലാനും കൊണ്ട് എടി മൊട്ടച്ച് നീലേ അങ്ങോട്ട് തള്ളി വന്നത് വീട്ടില്. എന്നിട്ട് അവിടെ നിന്ന് എന്നെ ഇവിടെ അമ്മാവനെ നീ അല്ലേ ഫോഴ്സ് ചെയ്ത് ഇങ്ങോട്ട് കൊണ്ടുവന്നത്. എന്നിട്ട് എന്ത് തോന്നുന്നോ? അളിയ എല്ലാം സമ്മതിച്ച്, പക്ഷെ നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നപ്പോൾ വേറൊരു പ്ലാനിലാണ് വന്നത്. എന്നിട്ട് നമ്മളിതെല്ലാം മറന്നുപോയി ഇവിടെ വന്നതിന് ശേഷം. എന്തോന്ന് പ്ലാൻ ചെയ്തോണ്ട് വന്നെന്നാ നീ പറയുന്നത്? പറയട്ടെ എടി, അവിടെ നിന്ന് ഇങ്ങോട്ട് കെട്ടിയെടുത്ത സമയത്തെ ഇവിടെ ഒന്ന് എല്ലാ സെറ്റപ്പ് നോക്കിയിട്ട് മാത്രമല്ല സ്റ്റേ ചെയ്യണമെന്ന് പറഞ്ഞോളൂ. അത് പറഞ്ഞായിരുന്നു. നീ എന്താ തെളിച്ച് പറ. നമ്പർ 1, നമ്മൾ ഇങ്ങോട്ട് കയറി വന്ന കാര്യങ്ങൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. കയറി വന്ന സമയത്ത് ആ വേലക്കാരൻ തറയിൽ കിടന്ന ബ്ലഡ് തൂത്ത് കളയുമായിരുന്നു. വന്ന് കയറിയപ്പോൾ തന്നെ അളിയാ നെഗറ്റീവ് സീനായിരുന്നു അല്ലേ? എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തില്ല, പിന്മാറാണ്ട് മുന്നോട്ട് പോയി. രണ്ടാമത്തെ കാര്യം, ആ മായ നമ്മുടെ അമ്മാവൻ്റെ കയ്യിൽ ബ്ലഡ് ചോദിച്ച് എന്ത് ബ്ലഡ് ഗ്രൂപ്പാന്ന്. പിന്നെ മൂന്നാമത്തെ കാര്യം, ഇത്രയും പ്രശ്നം ഇവിടെ നടന്നിട്ട് നമ്മൾ തിരിച്ചു പോണ കാര്യം വല്ലതും ഇതുവരെ സംസാരിച്ച? എന്റെ വായിലിരിക്കണമെന്നും നീ കേൾപ്പിക്കരുത്. എടി, അവിടെ നിന്ന് ഇറങ്ങിയപ്പോഴേ ഞാൻ പറഞ്ഞല്ലേ എനിക്ക് എന്തൊക്കെയോ നെഗറ്റീവ് എന്നെ പുറകോട്ട് വലിക്കണമെന്ന്. അപ്പൊ നിനക്കായിരുന്നില്ല വലിയ കാര്യം. ഇപ്പൊ എന്തായി? നീ ഇപ്പൊ എന്താ ആക്ച്വലി പറഞ്ഞു വരുന്നത്? ഐ തിങ്ക് വി ആർ ഹിപ്നോട്ടൈസ്ഡ്. ഒന്ന് മലയാളത്തിൽ പറയടി പുല്ലേ. ഇവിടെ ഇങ്ങോട്ട് കെട്ടിയെടുത്തതിന് ശേഷം നമ്മുടെ ബുദ്ധിക്ക് എന്താ പറ്റിയെന്ന്. ഇനിയിപ്പോ എന്താ ചെയ്യാ? ബുദ്ധിക്ക് എന്ത് പറ്റാൻ? നമ്മുടെ ബുദ്ധിക്ക് ഒരു കുഴപ്പമില്ല. നീ ഇറങ്ങി, നമുക്ക് പോവാം. അതെ, എന്തോടി? നമ്മുടെ വീട് എവിടായിരുന്നു? നമ്മൾ താമസിച്ചോണ്ടിരുന്നില്ല ഒരു വലിയ വീട്. ആ വീട് എവിടായിരുന്നു? നിനക്കത് ഓർമ്മയില്ലേ? ഇല്ല. അയ്യോ എടി സെല്ല്, നീ പറഞ്ഞ കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നു. അളിയാ കറക്റ്റ് അളിയാ, കുറേ നേരമായിട്ട് എൻ്റെ മൈൻഡ് മൊത്തം ബ്ലാങ്ക് ആയിട്ടിരിക്കുകയാണ്. പക്ഷെ ഉണ്ടല്ലോ, നമ്മൾ ഈ വീട്ടിൽ കയറി വന്നതിന് ശേഷമുള്ള എല്ലാ കാര്യങ്ങളും എനിക്ക് ഓർമ്മയുണ്ടടി. പക്ഷെ നമ്മൾ എവിടെ നിന്ന് വന്നതെന്ന് മാത്രം എനിക്ക് ഓർമ്മയില്ല. നിനക്ക് ഓർമ്മയില്ലേ? ഇല്ല. നിനക്ക് നിന്റെ പോയോടെ? അളിയാടി, നീ ഒരു കാര്യം ചെയ്യ്, നീ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നമ്മളെ വീട് എവിടെ വന്ന്. എടി, എനിക്ക് ഓർമ്മയില്ലടി. ഇല്ല. അതെ, നമുക്ക് അമ്മാവനടുത്ത് ചോദിച്ചോല. അമ്മാവനാ? ഏതമ്മാവൻ? നമുക്കുള്ള ഓരോരോ അമ്മാവന് നിനക്ക് ഓർമ്മയില്ലേ? നീ അമ്മാവനെ മറന്നുപോയാടി. നമുക്ക് അമ്മാവനാ? ചളി അമ്മാവനുണ്ട്. അയ്യോ അയ്യോ, ചളിയാ ഇവിടെ എന്തോ കുഴപ്പമുണ്ട് അളിയാ.
എന്തോ അമ്മാവാ, കിളവന്റെ ചെവി അടിച്ചു പോയോ? കൊണ്ടില്ല. എന്ത് ഞാൻ ഈ കുരങ്ങനെ ആനയെ കണ്ടത് ആസ്വദിക്കട്ടെന്ന്. ആനയുടെ വായും കൊണ്ട് നിൽക്കാൻ കണ്ട സമയം. അമ്മാവാ, നമുക്ക് ഇവിടുന്ന് എത്രയും പെട്ടെന്ന് രക്ഷപ്പെടണം. ഈ വീട് എന്തൊക്കെയോ ദോഷങ്ങളുണ്ട്. അമ്മാവനെ പോലെ എന്തൊക്കെയോ പ്രശ്നം അമ്മക്കും ചാറിനും തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് ഇവിടുന്ന് പോവാം, വാ. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുഖമാണോ? അച്ഛനും അമ്മയ്ക്കൊക്കെ സുഖമാണല്ലോ അല്ലേ? പ്രത്യേകിച്ച് അച്ഛനെ ഞാൻ അന്വേഷിച്ചതായിട്ട് പറയണം. പിന്നെ ഈ വീടിൻ്റെ കാര്യസ്ഥൻ ഞാനാണെങ്കിലും ഇവിടെ പെമ്പിള്ളരെ കയറ്റി താമസിക്കണോ എന്നുള്ളത് തീരുമാനിക്കേണ്ട മുതലാളിയാണ്. അല്ല, ഞാൻ പറഞ്ഞ മുതലാളി കേൾക്കും. അങ്ങനെയാണ് നമ്മൾ തമ്മിലുള്ള ഒരു ഇരിപ്പ് വശം. പോയി കിളവന്റെ തല അടിച്ചു പോയി. എൻ്റെ ഈശ്വര, ഇതുങ്ങളെല്ലാം എങ്ങനെയെങ്കിലും പ്ലാൻ ചെയ്ത് ഇവിടുന്ന് കൊണ്ടുവന്നായിരിക്കും നല്ലത്. മോളെ അച്ഛൻ സമ്മതിച്ചിട്ട് തന്നെയാണ് മോളോട് താമസം. അച്ഛന്റെ തല മര്യാദയ്ക്ക് അകത്തോട്ട് കയറി വാ. എങ്ങനെയെങ്കിലും ഇവിടെ രക്ഷപ്പെടണം. കൊളക്കിളവൻ രക്ഷപ്പെടണോ? എന്തിനു രക്ഷപ്പെടണം? ഇവിടെ നല്ല സ്ഥലമല്ലേ? എടി സെലിനെ, ചാരു, അളിയ ചാരു, എടി അറിഞ്ഞോ, നമ്മുടെ അമ്മാവന്റെ ഉള്ള മുഖം കൂടെ പോയി. എന്തോ ഭാഗ്യത്തിന് ഞങ്ങൾക്ക് എന്നെ ഓർമ്മയുണ്ട്. പക്ഷെ ഞാൻ ആദ്യം ആ വീട്ടിൽ വന്ന കാര്യങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ. നേരം വൈകാറായി. നേരം വൈകാറായി. നമുക്ക് ഇവിടുന്ന് പോവാം. വാ വാ വാ, എത്രയും പെട്ടെന്ന് ഇവിടുന്ന് എസ്കേപ്പ് ആവാം. വാ. എവിടെയോ കണ്ട് നല്ല പരിചയം കേട്ടോ, പക്ഷെ എനിക്ക് അങ്ങ് പിടി കിട്ടുന്നില്ല. കടവുളെ ഉണക്കം പോച്ചോ. എന്താണ് നിന്റെ അവസ്ഥ സെലിനെ? അല്ല, നിങ്ങളുടെ രണ്ടുപേരുടെ പേര് എനിക്ക് അങ്ങോട്ട് ഓർമ്മ വരുന്നില്ല. ഓ, അതൊന്നും ഓർമ്മ കിട്ടണ്ട. വേറെ എന്തെങ്കിലും ഓർമ്മയുണ്ടോ? അല്ല, നമ്മൾ ആരാന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അയ്യോ, അളിയ, നിനക്ക് അളിയാന്ന് മാത്രം എങ്ങനെ ഓർമ്മ കിട്ടി? പറ. അതറിഞ്ഞൂടാ. എന്താ നിന്റെ അവസ്ഥ? ചാരു, എടി ഞാനടി അവന്തിക. ഏതവന്തിക? എന്റെ ഈശ്വര, ഒരു ബോധമില്ലാത്ത എനിക്ക് മാത്രം കുറച്ചെങ്കിലും ഓർമ്മയുള്ളൂ. നമ്മുടെ മൊത്തം പോയി നിൽക്കുക. നമുക്ക് ഈ വീട്ടിൽ നിന്ന് എന്താ ഓർമ്മയുള്ളത്? നമ്മൾ നാലുപേര് ഫ്രണ്ട്സ് ആണോ? മൂന്ന് പേരേ ഉള്ളൂ. ഞാനും നീയും അവളും ഭയങ്കര കട്ട ഫ്രണ്ട്സാ. പക്ഷെ നമ്മളിപ്പോ ഏതോ ട്രാപ്പിൽ വന്ന് കിടക്കുക. നമുക്ക് ഉള്ള ജീവനും കൊണ്ട് ഇവിടുന്ന് പോണീറ്റ് വാ. മനസ്സിലായി. എന്ത് മനസ്സിലായി? നമ്മള് ട്രാപ്പിൽ പെട്ട്. ഉള്ള ജീവനം കൊണ്ട് പോവാ. എണീറ്റ് വാ ഇവിടുന്ന്. എനിക്ക് നമുക്ക് നമ്മുടെ വീട്ടിൽ പോവാം. ഏത് വീട്? അതൊക്കെ ഉണ്ട്. ഇറങ്ങി ഇവിടുന്ന്. നമുക്ക് വീടൊക്കെ ഉണ്ടോ? വീടും കൂടും ഒക്കെ ഉണ്ട്. ഇറങ്ങി ഇവിടുന്ന്. അപ്പോഴേ ഉണക്ക പ്ലാനും കൊണ്ട് വന്നേ. ബാഗ് അവിടെ. വേഗം വാ. ഈശ്വര, ഈ വാതിൽ ആരടച്ചത്? എന്താ ഈ വാതിൽ അടഞ്ഞു കിടക്കുന്നത്. നമ്മൾ എങ്ങോട്ടേക്ക് പോകുന്നേ? ഇവിടുന്ന് പുറത്തിറങ്ങിയാലേ നമുക്ക് എങ്ങനെയും രക്ഷപ്പെടാൻ പറ്റൂ. പുറത്തിറങ്ങി ചിലപ്പോൾ നമുക്ക് എല്ലാം ഓക്കെ ആയാലോ? ഒരു പിടുത്തമില്ല. എല്ലാരും കൂടി എങ്ങോട്ടാ? ഞങ്ങൾ ഇവിടുന്ന് പോന്നു. 2 ദിവസം ഇവിടെ സ്റ്റേ ചെയ്താലേ സമ്മാനം കിട്ടത്തുള്ളൂ. എന്തൊരു സമ്മാനം? വെരി ഗുഡ്. അപ്പോൾ അതും മറന്നു അല്ലേ? വാതിൽ തുറക്ക്, ഞങ്ങൾക്ക് പുറത്തോട്ട് പോകണം. സോറി ഗൈസ്, ഈ ദേവലോകത്തേക്ക് വരാൻ ആരുടെയും പെർമിഷൻ വേണ്ട. പക്ഷേ ഇവിടുന്ന് പോകുമ്പോൾ പെർമിഷൻ വേണം. അതെ, ഞങ്ങൾക്ക് ആർക്കും ഇവിടെ നിൽക്കാൻ താല്പര്യമില്ല. പക്ഷെ നിന്നേ പറ്റൂ. നിങ്ങളാണ് വേണ്ടി ഇവിടെ തീരുമാനിക്കുന്നത്. ഞങ്ങൾക്ക് പോകണമെന്ന് പറഞ്ഞാൽ പോകണം. വീണ്ടും അത് തന്നെ പറഞ്ഞുകൊണ്ട് നിൽക്കുന്നോ? ദേ, നാളെ ചെയ്യേണ്ട കാര്യങ്ങൾ എന്നെ കൊണ്ട് ഇന്ന് തന്നെ ചെയ്യിക്കരുത്, പറഞ്ഞേക്കാം. എല്ലാവരും മുറിയിലേക്ക് പോ. കൂടുതൽ ഭീഷണിപ്പെടുത്തലൊന്നും വേണ്ട. ഞങ്ങളുടെ അമ്മാവൻ അറിഞ്ഞല്ലോ. അതുകൊണ്ട് തന്നെയാ നിങ്ങളുടെ അമ്മാവനെ ഞാൻ മുകളിലത്തെ മുറിയിലിട്ട് പൂട്ടിയിരിക്കുന്നത്. ഇനി നിങ്ങളെയും ഞാൻ മുറിയിലിട്ട് പൂട്ടും. ഇവിടെ എന്ത് നടന്നിരുന്നാലും പുറത്തു നിന്നൊരു കുഞ്ഞു പോലും ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കില്ല. വെറുതെ പുള്ളിക്കാരനെ ദേഷ്യം പിടിപ്പിക്കാതെ അകത്ത് കയറി പൊയ്ക്കോ. പോ, റെസ്റ്റ് എടുക്ക്. പോക്.
ഒരുത്തിയുടെ ഓർമ്മ പൂർണ്ണമായും പോയിട്ടില്ലെന്ന് തോന്നുന്നു. സാരമില്ല, ദേഹത്തെ ഏലസ് വല്ലതും കാണും. പൂജ തുടങ്ങുമ്പോൾ അതിൻ്റെ ശക്തി കുറയും. 3 പെണ്ണും 3 ആണും, അതാ കണക്ക്. ഇപ്പോൾ 2 പേരേ ആയിട്ടുള്ളൂ. വിഷമിക്കണ്ട, ഇവരെ ഇവിടെ എത്തിച്ച ശിലഗുരു തന്നെ ഈ 6-ാമനെ എത്തിക്കും. എന്തായാലും കൃത്യസമയത്ത് തന്നെ കുരുതി നടത്തണം. ഈശ്വരാ, കുരുതിയോ? ആരെ കുരുതി കൊടുക്കുന്ന? എടി, നമ്മളെ കുരുതി കൊടുക്കുന്ന കാര്യം പറഞ്ഞേ. കർത്താവേ.